ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് തപ്ഷിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇന്ന് മൈലാഞ്ചിയാണ്. അങ്ങനെ നമ്മൾ രാവിലെ പുറപ്പെടുകയാണ്. അപ്പോൾ നമുക്കറിയാം പാലക്കാട് എന്ന് പറഞ്ഞാൽ കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അമ്പലങ്ങളുടെ ആ ഒരു പാട്ടും അതൊക്കെ നമുക്ക് രാവിലെ തന്നെ കേൾക്കായിരുന്നു. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂരെത്തി നമ്മൾ രാവിലെ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി. എല്ലാവരും മസാല ദോശ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർഡർ ചെയ്തത്. എന്താ അടിപൊളിയായിരുന്നു ഗൈസ്. മസാല ദോശ എന്ന് പറഞ്ഞാൽ നല്ല വലുതായിരുന്നു, അതുപോലെ നല്ല ക്രിസ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചൊരു സ്ഥലമാണിത്. വടക്കുന്നാഥ ക്ഷേത്രമാണ്. ഇവിടെ പോകണമെന്ന് ഞാൻ പണ്ട് മുതലേ ആഗ്രഹിച്ചാണ്. അങ്ങനെ അതും നടന്നു. തൃശ്ശൂർ കുറച്ച് നേരം നമ്മളങ്ങനെ അലഞ്ഞ് തിരിഞ്ഞൊക്കെ നടന്ന് അവസാനം നമ്മൾ തപ്ഷിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. എത്തിയ ഉടനെ നമുക്ക് ചായയും വെള്ളവും കഴിക്കാനും കുറേ കാര്യങ്ങൾ തന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു ചോറ് കഴിക്കാമെന്ന്. ചോറ് കഴിക്കാനാണ് നല്ല അടിപൊളി മീൻകറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇന്ന് മൈലാഞ്ചി ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ തപ്ഷിനെ റെഡിയാക്കി. എല്ലാവരും പഴയ മോഡൽ സാരിയൊക്കെ എടുത്താണ് നമ്മൾ റെഡിയായത്. പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു തപ്ഷിൻ്റെ ചടങ്ങിന് വേണ്ടി. എൻ്റെ ഇടയ്ക്ക് സമയം ചെയ്ത കുട്ടികളോട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നമുക്ക് ഫുഡ് നമുക്ക് മെയിനാണല്ലോ. അപ്പോൾ എല്ലാവരും പോസൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ എന്താണ് നിധിയും പ്യാറുമാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ചെറിയ റീലൊക്കെ എടുത്ത്, റീലല്ല നമ്മൾ ചെറിയ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അതും ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ മണവാട്ടി എന്ന് പറയുന്നത്. മെഹന്തിയൊക്കെ ഇട്ട് സുന്ദരിയായിരിക്കുകയാണ്. നമ്മുടെ ഒരു ചെറിയ പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു. രാത്രിയാണ് ഞങ്ങൾ മെഹന്തി ഇട്ടത്. അപ്പോൾ ഇന്നത്തെ ഡേയുടെ ഒരു ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്.